ഹലോ നമുക്കൊരു അമ്പലത്തിൽ പോണ കഥ കേട്ടാലോ? അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ കണ്ടതാണ് ആ സൈഡിൽ അവിടെ അടുത്തുള്ളൊരു സ്ഥലത്ത് കുറേ ആൾക്കാർ കൂടിയിരുന്ന് കഥകൾ പറയുന്നതും ക്യാരംസ് കളിക്കണമൊക്കെ. ഇപ്പോഴും വില്ലേജ് ഏരിയയിൽ മാത്രം കണ്ടുവരുന്ന കുറേ പ്രത്യേകതകൾ അതൊക്കെ. നമ്മൾ സിറ്റിക്ക് പോയാൽ നമ്മളിതൊന്നും കാണില്ല, എല്ലാവരും ബിസി ആയിരിക്കും. ദർ ഓൺലി ഡിപ്പെൻഡിങ് ഓൺ ദർ ലൈഫ്, റൈറ്റ്? അങ്ങനെയാണ് അവരെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഒത്തൊരുമയും ആ ഒരു സപ്പോർട്ടൊക്കെ കാണണമെങ്കിൽ വില്ലേജിലേക്ക് തന്നെ വരണം. പക്ഷെ എൻ്റെ നാട്ടിൽ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റി കൂടുതൽ പറയാൻ. പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, അതാണ് കൂടുതൽ എടുത്ത് പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. പിന്നെ സ്പിരിച്വൽ എനർജി എന്ന് പറയുമ്പോൾ പലർക്കും പലതായിരിക്കാം. ഞാൻ എല്ലാത്തിനും സ്പിരിച്വൽ എനർജി ഉണ്ട്, അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് നമുക്കിപ്പോൾ ഒരു സാധനം കിട്ടാതിരുന്നെങ്കിൽ അതിലും വലുത് എന്തെങ്കിലും വരാനുണ്ട്, അല്ലെങ്കിൽ അത് മാറ്റിയത് നന്നായി, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ബൈ.